മറ്റൊരു വാർത്ത, ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് ഇന്ന് നിർണായകമായ ദിവസമാണ്. സിദ്ദിഖ് സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. അമ്മ സംഘടനയുടെയും WCCയുടെയും പോരിന്റെ ഇരയാണ് താനെന്നാണ് സിദ്ദിഖിന്റെ ഹർജിയിലെ വാദം. അതേസമയം ഒരാഴ്ചയായിട്ടും സിദ്ദിഖിനെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിനായിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആജ്ഞ രവീന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ ചേരും. സിദ്ദിഖ് ഒളിവിൽ തുടരുകയാണ്. ഇതിനിടയിലാണ് ഇന്നലെ സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കളായ രണ്ടുപേരെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. അത് വലിയ വിവാദമായിരുന്നു. തങ്ങളുടെ മക്കളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ പരാതി കൊടുക്കുന്ന പശ്ചാത്തലമുണ്ടായി. ഏറ്റവും ഒടുവിൽ മനസ്സിലായത് ഈ കൊച്ചിയിലെ തീരദേശ സ്റ്റേഷനിൽ എത്തിച്ച് ഇവരുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കുകയായിരുന്നു എന്നാണ്. കാരണം സിദ്ദിഖിന് ഈ സിം കാർഡ് നൽകിയതിലടക്കം അതിന് പങ്കാളിത്തമുള്ള സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കളെയാണ് വിളിച്ചതെന്നാണ് മനസ്സിലാകുന്നത്. ആജ്ഞ രവീന്ദ്രനുണ്ട്. ആജ്ഞ, ഇന്നിപ്പോൾ എത്രയോ ദിവസങ്ങളായി സിദ്ദിഖ് ഒളിവിൽ തന്നെയാണ്. പക്ഷെ അതിനിടയിൽ പലതവണയായി സിദ്ദിഖ് ഒളിയിടം മാറുന്നുണ്ട് എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. അതിനുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും സിദ്ദിഖിലേക്ക് എത്താൻ ആവാത്ത പശ്ചാത്തലത്തെ എങ്ങനെയാണ് കാണേണ്ടത്? കഴിഞ്ഞ ദിവസമാണ് സിദ്ദിഖിന്റെ മകന്റെ ഷഹീന്റെ സുഹൃത്തുക്കളായ നാഹി പോൾ എന്നിവരെ പ്രത്യേക അന്വേഷണ സംഘം ചോദിച്ചത്. 8 മണിക്കൂറോളം നീണ്ടുനിന്ന ചോദ്യം. ഇതിനിടെ തന്നെ മക്കളെ കാണാനില്ല എന്ന് കാട്ടി വീട്ടുകാര് പോലീസിന് പരാതി നൽകുന്ന ഒരു സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം 8 മണിക്കൂറിന് ശേഷം ഇവരെ വിട്ടയക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. എന്തായാലും സിം കാർഡും സിദ്ദിഖിനുള്ള സിം കാർഡും അതുപോലെ ഡോങ്കിളും ഇവരെത്തിച്ചു എന്ന് തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് സിദ്ദിഖ് സിം കാർഡ് മാറുന്നുണ്ട്. ഇങ്ങനത്തെ കുറെ അന്വേഷണ സംഘത്തിന് ഇങ്ങനത്തെ റിപ്പോർട്ടുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങളാണ് അറിയാൻ കഴിയുന്നത്. കൊച്ചിയിലെ ഉന്നതരാണ് സിദ്ദിഖിനെ സംരക്ഷിക്കുന്നത്, അല്ലെങ്കിൽ സിദ്ദിഖിനെ രക്ഷപ്പെടാനുള്ള നീക്കം, തയ്യാറെടുപ്പുകൾ, സഹായങ്ങൾ നൽകുന്നത് എന്നുള്ള കാര്യമാണ് അന്വേഷണ സംഘം കോടതിയെ ബോധിപ്പിക്കാൻ പോവുക. എന്തായാലും സിദ്ദിഖിന് ഇന്നത്തെ ദിനം നിർണായകമാണ്. സുപ്രീം കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതേസമയം സിദ്ദിഖ് താൻ നിയമം പാലിക്കുന്ന ആളാണ് എന്നുള്ള തരത്തിലേക്കുള്ള എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം അങ്ങനെയാണെങ്കിൽ ഇത്ര ദിവസവും എന്തുകൊണ്ടാണ് സിദ്ദിഖ് കീഴടങ്ങാഞ്ഞത്? 6 ദിവസമായി സിദ്ദിഖ് ഒളിവിലാണ്. കൊച്ചിയിലെ പല ഉന്നതരുടെയും പോലീസിലെ തന്നെ ഉന്നതരുടെയും സഹായത്തോടു കൂടി തന്നെയാണ് സിദ്ദിഖ് ഒളിവിൽ പോയിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ് അന്വേഷണ സംഘം ഉന്നയിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് സിദ്ദിഖ് കീഴടങ്ങാത്തത് എന്നൊരു കാര്യം കൂടി കോടതിയിൽ ഉന്നയിക്കാനാണ് സർക്കാരിന്റെയും അന്വേഷണ സംഘത്തിന് നീക്കമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തത്. നാഹി പോൾ എന്നീ ആളുകളെയാണ് ചോദ്യം ചെയ്ത്. ഇവരാണ് സിം കാർഡും ഡോങ്കിളും എത്തിച്ചത് എന്ന് അന്വേഷണ സംഘത്തിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്തത്. ഒപ്പം ആജ്ഞ, ഈ സിദ്ദിഖിന്റെ മകന്റെ, അതായത് നേരത്തെ പറഞ്ഞ പോലെ മകന്റെ സുഹൃത്തുക്കളെയാണ്, അതൊരു വിവാദമായിരുന്നു. പക്ഷെ അപ്പോഴും ഈ അന്വേഷണം സിദ്ദിഖുമായി ബന്ധപ്പെട്ട് പോലീസിന് ചില ഒത്തുകളികളുണ്ട് എന്ന ആരോപണം ഉയരുമ്പോഴും സിദ്ദിഖിനെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സിദ്ദിഖ് എവിടെയെന്നത് കാര്യമായി തന്നെ തിരക്കുന്നുണ്ട് എന്നതല്ലേ ഇന്നലത്തെ ആ കസ്റ്റഡി എടുപ്പിൽ നിന്നും ചോദ്യം ചെയ്യലിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഒപ്പം ഈ സിദ്ദിഖിനെ ഒളിയിടമൊരുക്കുന്നത് ഉന്നതരാണ്, അല്ലെങ്കിൽ പോലീസിൽ പങ്കാളിത്തമുള്ളവരുണ്ട് എന്നുള്ള വാദത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? കാരണം ഈ സുപ്രീം കോടതിയിലെ കേസിൽ തീരുമാനമുണ്ടാകുന്നവരെ കാത്തിരിക്കുക എന്ന നിയമോപദേശം അടക്കം ഒരു പക്ഷേ പോലീസിന് കിട്ടിക്കാണില്ലേ? തീർച്ചയായിട്ടും ഇത്തരത്തിൽ നേരത്തെ ഒരു 2 ദിവസത്തിന് മുൻപ് സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന് ശേഷം, അല്ലെങ്കിൽ സുപ്രീം കോടതി എന്ത് സജസ്റ്റ് ചെയ്യുന്നോ അതിനുശേഷം മതി അറസ്റ്റിലേക്ക് എന്നൊരു തീരുമാനമെടുത്തിരുന്നു SIT. അതിനുശേഷമാണ് SIT മടങ്ങിപ്പോയതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇന്നലെ ഉടനടി സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ ഈ മകന്റെ സുഹൃത്തുക്കളാണ് ഇത്തരത്തിൽ സിദ്ദിഖിന് കമ്മ്യൂണിക്കേഷനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും അതേ തുടർന്ന് സിമ്മും ഡോങ്കിളും ഒക്കെ എത്തിച്ചത് ഇവരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തതിനെ തുടർന്നാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയം ഉണ്ടായതിനെ തുടർന്നാണ് ഈ ഷഹീന്റെ സുഹൃത്തുക്കളെ 2 പേരെ SIT ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നത്. 8 മണിക്കൂറോളം നീണ്ടുന്ന ഒരു ചോദ്യം ചെയ്യലായിരുന്നു അത്. അതിനുശേഷമാണ് 8 മണിക്കൂറിന് ശേഷമാണ് ഈ നഹീൻ പോൾ എന്നീ 2 സുഹൃത്തുക്കളെ, ഷാഹിന്റെ 2 സുഹൃത്തുക്കളെ വിട്ടയക്കുന്ന സാഹചര്യം ഉണ്ടായത്.
അതേ തുടർന്ന് മാത്രമല്ല ഈ രണ്ടുപേരുടെയും വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ തങ്ങളുടെ മക്കളെ കാണാനില്ല എന്നുള്ള പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. അതിനുശേഷമാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിച്ചതാണെന്ന് വീട്ടുകാർ പോലും പറയുന്നത്. എന്തായാലും രഹസ്യമായ നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. ഒരു പക്ഷേ ഹൈക്കോടതി ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം തള്ളിയ അവസ്ഥയിൽ അറസ്റ്റ് ചെയ്യാം എന്നൊരു നിർദ്ദേശം കൂടി ഒരു പക്ഷേ SIT ഉണ്ടാകും. അതല്ലെങ്കിൽ ഇന്നലെ അടിയന്തരമായി സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യുന്ന ഒരു നീക്കത്തിലേക്ക് SIT കടക്കില്ല. SIT നേരത്തെ അറിയിച്ചിരുന്നത് ഇങ്ങനെയാണ്, അതായത് സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുക അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് നീങ്ങാനുള്ള സാഹചര്യം വരെ എത്തിക്കുന്ന ഇതിലേക്ക് അതിന് കഴിഞ്ഞ, അതായത് സുപ്രീം കോടതി എന്ത് പറയുന്നു എന്നൊരു സാഹചര്യം കഴിഞ്ഞ ശേഷം മതി ഇതിലെ ബാക്കി തുടർ നടപടികൾ എന്നാണ് തീരുമാനം എന്ന് SITയുടെ ഉയർന്ന ഉദ്യോഗസ്ഥർ SITക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നൊരു ആംബിയൻസ് ഉണ്ടാക്കിയാണ് SIT ഇവിടെ കൊച്ചിയിൽ നിന്ന് മടങ്ങുന്നത്. പക്ഷേ ഉടനടി അടിയന്തരമായി ഇന്നലെ ഈ ചോദ്യം ചെയ്യൽ നടന്നതിൽ നിന്ന് വ്യക്തമാണ് സിദ്ദിഖിനെ SIT തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല കോടതിയിൽ ഇത്തരത്തിൽ ഉന്നതരുടെ സഹായത്തോടു കൂടിയാണ് സിദ്ദിഖ് ഒളിവിൽ കഴിയുന്നത് എന്നൊരു വാദം ഉന്നയിക്കാനുള്ള സാധ്യത ഏറെയാണ്. സിദ്ദിഖ് നിയമം പാലിക്കുന്ന ആളാണ് എന്ന് കോടതിയെ പാലിച്ച് തന്നെ ജീവിക്കുന്ന ആളാണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ 6 ദിവസവും സിദ്ദിഖ് അനധികൃതമായി ഒളിവിൽ കഴിഞ്ഞത് എന്ന കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയാവും SIT കോടതിക്ക് മുന്നിൽ വാദമുഖം ഉന്നയിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും സിദ്ദിഖ് ഇപ്പോൾ ഒളിവിൽ കഴിയുകയാണ്. സിദ്ദിഖിനെ കണ്ടെത്താനുള്ള അന്വേഷണ ശ്രമങ്ങൾക്ക് യാതൊരു വിജയവും ഉണ്ടായിട്ടില്ല. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.